രാവിലത്തെ കാപ്പിക്ക് എന്താണെന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് എന്നാൽ പിന്നെ വിചാരിച്ചു ഇന്നൊരു ഇലയുടെ ഉണ്ടാക്കിയേക്കാം. ഗോതമ്പ് ഉപയോഗിച്ച് ഇലയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുത്ത് ഉപ്പും വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ കട്ട കൂടാതെ കുഴച്ചെടുക്കണം. ഇതുപോലെ അധികം തിക്കും ആവരുത്, അധികം ലൂസും ആവാതെ ഒരു മയത്തിൽ നമ്മളിതുപോലെ കുഴച്ച് മാറ്റി വെച്ചേക്കണം. അതൊരു ഇലയ്ക്കകത്തോട്ട് ചെറിയ ഉരുളകളാക്കി വെച്ച് ഇതുപോലെ കൈ കൊണ്ട് പരത്തി കൊടുക്കുക. കട്ടി അധികം ആവാതെ ഇതുപോലെ പരത്തി കൊടുത്തു കഴിഞ്ഞാൽ ചുട്ടെടുക്കാനും എളുപ്പമാണ്, പുഴുങ്ങിയെടുക്കാനും എളുപ്പമാണ്. കറികളൊന്നും കൂട്ടാതെ നമുക്ക് കഴിക്കാനും ബെസ്റ്റാണ്. നമ്മളാക്കി വെച്ചേക്കുന്ന തേങ്ങായും വെല്ലവും മിക്സാക്കി വെച്ചത് ഇതിൻ്റെ മേളിലോട്ട് ഇതുപോലെ തൂങ്ങി കൊടുക്കുക. അതുപോലെ എല്ലാ വസ്തു എത്തുന്ന രീതിയിൽ അതുപോലെ വെച്ച് കൊടുത്താൽ വെച്ച് മടക്കിയെടുക്കുക. അതുപോലെ മടക്കിയെടുത്തിട്ട് അപ്പച്ചെമ്പിനകത്ത് വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഓരോന്നും ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക. ഒരു അരമണിക്കൂർ ആവി കയറി കഴിയുമ്പം നല്ലപോലെ വെന്ത് കിട്ടും. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് മറിച്ച് വിടാം. അടുപ്പെടുത്ത് നോക്കുമ്പോൾ വെന്തില്ലെങ്കിൽ നമുക്കതെടുത്ത് മറിച്ച് വെച്ച് അരമണിക്കൂർ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ കപ്പിക്ക് കൂട്ടാൻ ബെസ്റ്റാണ്. പുഴുങ്ങിയത് കറിയൊന്നും വേണ്ട, ചായയും കൂട്ടിയത് കഴിക്കാൻ എത്ര എളുപ്പം പെട്ടെന്ന് ആകാനും തേങ്ങയുടെ എല്ലാം ടേസ്റ്റ് കൊണ്ട് നമ്മൾ കഴിക്കും. പെട്ടെന്നാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും അറിയാം, പഴയ അമ്മമാരെല്ലാം ആക്കണം.